നിമിഷത്തിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. ആരോഗ്യവകുപ്പിൻ്റെ 50 വിസ്മയ ദിനങ്ങൾ. ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഇത്രയേറെ നമുക്ക് 50 ദിവസം മുന്നോട്ട് പോകാൻ കഴിഞ്ഞതിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഉദ്യോഗസ്ഥ തലത്തിലാണെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി മുതൽ താഴെത്തട്ടിലെ അവസാനത്തെ അറ്റൻഡർ വരെയുള്ളവരുടെ കൂട്ടായ്മ, 2 ഡോക്ടർമാർ മുതൽ തൂപ്പ് ജോലി ചെയ്യുന്നവർ വരെയുള്ള കൂട്ടായ്മ, ഇന്നലെ വരെ 2 ഘടകങ്ങളായി കണക്കാക്കിയിരുന്ന DMEയും DHSഉം ഒരേ പാതയിൽ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം. ഇതെല്ലാമാണ് ഈ 50 ദിവസം കൊണ്ട് കുറേയൊക്കെ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഈ 50 ദിവസം നേരിട്ട പ്രയാസങ്ങൾ ചില്ലറയല്ല. ഞാൻ നിയമസഭയിൽ ഒരു കാര്യം പറയുണ്ടായി. സാധാരണ ഒരു വധൂവരന്മാർ വിവാഹം കഴിഞ്ഞാൽ 6 മാസം അവരെ ആരും ശല്യപ്പെടുത്താറില്ല, കാരണം അത് ഹണിമൂൺ പീരീഡാണ്. എന്നാൽ ആരോഗ്യവകുപ്പിൻ്റെ ചുമതല ഞാൻ ഏറ്റെടുത്തതിന് ശേഷം 24 മണിക്കൂർ പോലും ഹണിമൂൺ സാധിച്ചിട്ടില്ല. അന്ന് മുതൽക്കുള്ള വിമർശനങ്ങൾ. പക്ഷെ ആ വിമർശനങ്ങളാണ് എന്തു വന്നാലും കാര്യങ്ങൾ ചെയ്യണം എന്നൊരു ദൃഢനിശ്ചയം എന്നിലുണ്ടാക്കിയത്. അപ്പോൾ അത് നടപ്പാക്കാൻ ഏതെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കണം, ആ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും. അതിൽ എന്നോട് സഹകരിച്ച എല്ലാവരും, നിങ്ങളെല്ലാവരും അതിൻ്റെ, ഞാൻ ഈ ക്രെഡിറ്റ് മന്ത്രിക്കല്ല, മന്ത്രിക്ക് വേണ്ടി പ്രവർത്തിച്ച, ഗവൺമെൻറ്റിന് വേണ്ടി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരും സ്റ്റാഫൊക്കെയാണ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ നിങ്ങൾക്ക് നൽകുക. അപ്പോൾ തന്നെ നമ്മുടെ ഒരു മുദ്രാവാക്യം ചികിത്സ രോഗിയുടെ അവകാശമാണ്, മരുന്ന് രോഗിയുടെ അവകാശമാണ്, കിടക്ക രോഗിയുടെ അവകാശം. ഈ 3 അവകാശങ്ങൾ ഒരു രോഗിക്ക് ലഭ്യമായിരിക്കണം. അതാണ് ഒരു സർക്കാർ ആശുപത്രിയുടെ ചുമതല എന്ന് പറയുന്നത്. അപ്പം നോക്കുമ്പോൾ പല മെഡിക്കൽ കോളേജുകളിലും, നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല, ഉള്ള സ്ഥലത്ത് രോഗികളെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ കുറേ രോഗികളെ നിലത്ത് കിടത്തേണ്ടി വന്നു. തിരുവനന്തപുരത്ത് മാത്രമല്ല, കോഴിക്കോടും അതുപോലെ തന്നെ കോട്ടയത്തും എല്ലാം ഇതേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, പല മെഡിക്കൽ കോളേജുകളും കുറേ സ്ഥലം ഐഡിയലായി കിടക്കുന്നുണ്ട്. ചില ആശുപത്രികളിൽ, സർക്കാർ ആശുപത്രികളിൽ രോഗികളുടെ എണ്ണം കുറവാണ്, ഡോക്ടർമാരുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ ഒരു ഡോക്ടർ കൂടുതൽ കഠിനാധ്വാനം നടത്തുമ്പോൾ വേറൊരു ഡോക്ടർക്ക് കാര്യമായിട്ടുള്ള ജോലിയില്ല. ഇതൊന്ന് ക്രമീകരിച്ചു കഴിഞ്ഞാൽ 2 ഡോക്ടർമാർക്കും ആവശ്യത്തിനുള്ള ജോലിയാകും, എന്നാൽ ആർക്കും ഒരു ഓവർ ബർഡൻ ഉണ്ടാവുന്നില്ല. ഏതായാലും തിരുവനന്തപുരത്ത് പെരിനാർകോട്ടയിലെ വാർഡുകൾ ഞാൻ നോക്കിയപ്പോൾ 1-2 വാർഡുകൾ വെറുതെ ശൂന്യമായിട്ടിട്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് ഏതാണ്ട് 200ഓളം കിടക്കകൾ അവിടെ സജ്ജീകരിച്ചുകൊണ്ട് 100 രോഗികളെ ഇന്നലെ മുതൽ അങ്ങോട്ട് മാറ്റി പാർപ്പിച്ചു കഴിഞ്ഞു. അപ്പം ഇനി തിരുവനന്തപുരത്ത് നമുക്ക് രോഗികളെ നിലത്ത് കടത്തേണ്ട അവസ്ഥയുണ്ടാവില്ല. ഇനി എവിടെയെങ്കിലും നിലത്ത് കടത്തി എന്നറിഞ്ഞാൽ അവരെ ഉടൻ തന്നെ പ്രൊവൈഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ കോഴിക്കോടും കോട്ടയത്തൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ഇതിൻ്റെ പരിഹാരം? അവിടെയും 2ഇടത്തും സ്ഥലമുണ്ട്. മെഡിക്കൽ കോളേജിന് വേണ്ടി അക്വയർ ചെയ്ത ഭൂമിയുണ്ട്. അവിടെ നമുക്ക് നല്ലൊരു കെട്ടിടം പണിത് അവിടെ രോഗികളെ താമസിപ്പിച്ചാൽ അതവർ കൺകീരമായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ചെയ്ത പോലെ DHSൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഒഴിഞ്ഞ വാർഡുകളുണ്ടെങ്കിൽ അത് മെഡിക്കൽ കോളേജിനായിട്ട് ഉപയോഗപ്പെടുത്തും. അതോടൊപ്പം നല്ല കെട്ടിടങ്ങൾ നമുക്ക് ആവശ്യമാണ്. നമുക്കറിയാം, ഒരു കോട്ടയത്ത് ഒരു കെട്ടിടം വീണ് രോഗി മരിച്ച ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയുള്ള സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ ഫണ്ടിന് പുറമെ CSR ഫണ്ടുകൾ ഉപയോഗിച്ച് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുക. ഇപ്പോൾ തന്നെ ഇരിഞ്ഞാലക്കുടയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇരിഞ്ഞാലക്കുട ജില്ലാ ആശുപത്രിയിൽ ഒരു നില, 10ാമത്തെ നില ഹിന്ദുസ്ഥാൻ പെട്രോളിയം അവർ CSR ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുകയുണ്ടായി. ഒരു തവണ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ കൂടുതൽ സഹായിക്കാൻ തയ്യാറാണ്, പക്ഷേ കേന്ദ്ര സർക്കാർ ചില
നിബന്ധനകൾ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാനത് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ സംസാരിച്ചു. അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അതേപോലെ അങ്ങനെ നിബന്ധനകളില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ അവരുടെയൊക്കെ CSR ഫണ്ട്, അവർ നല്ലൊരു എമൗണ്ട് CSR ഫണ്ട് നൽകാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഫണ്ടുകൾ ഉപയോഗിച്ച് നല്ല കെട്ടിടങ്ങൾ നമുക്ക് നിർമ്മിക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നയപരമായിട്ട് ചില ചുവടുവെപ്പുകൾ സർക്കാർ നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഈ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നിയോഗിക്കുന്നത് സ്പെഷ്യലിസ്റ്റ് സൗകര്യങ്ങളുള്ള ആശുപത്രിയിൽ മാത്രമാക്കുക. കാരണം അല്ലാത്തവരെ മറ്റ് ആശുപത്രിയിൽ വിട്ടിട്ട് കാര്യമില്ല. ഒരു സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ആ ഡോക്ടർക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ആശുപത്രികൾ അദ്ദേഹത്തിന് നിയോഗിക്കുക. അദ്ദേഹത്തിൻ്റെ കാര്യം പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഹാർട്ടിൻ്റെ കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടറെ തലവേദനയുള്ള സ്ഥലത്തേക്ക് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഡോക്ടറെ സേവനങ്ങളെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെയാണ് PG വിദ്യാർത്ഥികൾക്ക് ഇനി റെസിഡൻസി ചെയ്യാൻ ഇനിയിപ്പോൾ അവരെ ചെയ്യാൻ നിർബന്ധിക്കുന്നില്ല. അതിനുവേണ്ടി അവർ അലയേണ്ട കാര്യമില്ല. അതായത് ഡിമാൻഡായി. പിന്നെ ഫോറിൻ മെഡിക്കൽ സ്റ്റുഡൻസ് അവർക്ക് അതിവേഗം ഹൗസ് സർജൻസി ലഭ്യമാക്കാനുള്ള സംവിധാനം ഉണ്ടാകും. കുറേ കുട്ടികൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പരാതിയായിട്ട് സൂചിപ്പിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിച്ച നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കും ഇനി രജിസ്ട്രേഷൻ നൽകുന്നതാണ്. അതുപോലെ 10 വർഷത്തെ പർച്ചേസിനെ കുറിച്ച് അന്വേഷണം, അത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നത്, അതിൽ പ്രതികാര നടപടിയല്ല. എന്നാൽ ഓരോ കഷ്ടപ്പെട്ട് ഫണ്ട് കണ്ടെത്തി പുതിയ പുതിയ എക്യുപ്മെൻറ്റ്സ് വാങ്ങി വെറുതെ അത് ആർക്കും ഉപകാരമില്ലാത്ത രീതിയിൽ നശിച്ചു പോകുന്ന അവസ്ഥ. വയനാട്ടിൽ DHS സന്ദർശിച്ചപ്പോഴാണ് DHS എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് തീരുമാനിച്ചത് കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ നടത്തിയ പർച്ചേസിങ്ങിനെ കുറിച്ച് അന്വേഷിക്കുന്നത്. അത് വേറെ ആരും രാഷ്ട്രീയമായിട്ട് ബന്ധമുള്ളവരാരുമില്ല. പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ട്, ശ്രീ അനുകൃഷ്ണ നായരുണ്ട്, അതുപോലെ രേണുക മാഡം, 3 IAS ഉദ്യോഗസ്ഥരാണ്, DMEയും DHSും. ഈ 5 പേരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അത് അവർക്ക് ഇന്ന ടൈമെന്ന് ഞങ്ങൾ പറയുന്നില്ല, വല്ലാത്ത സ്പീഡും കാണിക്കുന്നില്ല. പക്ഷേ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു പിക്ചർ കിട്ടണമെന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. ഇന്നലെ ഞാൻ ഗുരുവായൂർ വടക്കേക്കാട് പഞ്ചായത്തിൻ്റെ ഒരു സബ് സെൻറ്റർ ഉദ്ഘാടനത്തിന് പോയതാണ്. അപ്പോൾ നോക്കുമ്പോൾ അവിടുത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ 3 നില കെട്ടിടം. ഒന്നാമത്തെ പറയുമ്പോൾ അത് PWD ആവണം, വേറെ സൊസൈറ്റി ഒന്നുമല്ല. ആരെയും കുറ്റം പറയാൻ നിവൃത്തിയില്ല. സർക്കാരിൻ്റെ തന്നെയാണ് പൊതുമരാമത്ത്. ആ പൊതുമരാമത്ത് 1 നില കെട്ടിയപ്പോഴേക്കും ചോരാൻ തുടങ്ങി. ഇപ്പോൾ അവിടുത്തെ MLA അദ്ദേഹത്തിൻ്റെ 25 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് ചോർച്ച അടയ്ക്കാൻ വേണ്ടി നൽകി. ഞാൻ പറയുന്നത് ആ ചോർച്ചയില്ലായിരുന്നെങ്കിൽ MLAയുടെ 25 ലക്ഷം മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൂടെ? ഇവിടെ തന്നെ എത്ര കെട്ടിടങ്ങൾ നമുക്ക് കെട്ടാം MLA ഫണ്ട് ഉപയോഗിച്ച്. അതുപോലെ തന്നെയാണ് കോഴിക്കോട് ENT ആശുപത്രിയുടെ കെട്ടിടം പൂർത്തിയാവേണ്ട സമയമായി. ഞാൻ ഇന്നലെ ഗുരുവായൂരിലെ ഒരു പേഷ്യൻ്റ് മലബാറിൽ നിന്ന് എന്നെ കാണാൻ വന്നു. ഞാൻ ഗുരുവായൂരുണ്ടെന്ന് പറഞ്ഞിട്ട് കോക്ലിയർ ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ടാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ഈ പ്ലാൻ കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് സർക്കാർ മാറിയപ്പോൾ 1 GB മാത്രമാക്കി സർജറി. ഇവ നമ്മൾ രോഗത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് ഡോക്ടറല്ലേ എവിടെയൊക്കെ സർജറി നടന്നത്. 2 GB വേണമെങ്കിൽ 2 GB വേണം. ഇപ്പോൾ നോക്കുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അതിൻ്റെ സൗകര്യമില്ല. കാരണം ENTയുടെ കെട്ടിടം പൂർത്തിയായിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പ് കഴിഞ്ഞ ജനുവരിയിൽ തീർക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജൂലൈ മാസമായി, ഇതുവരെ അവർ തീർത്തിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ അവിടെയും കുറേ ഉപകരണങ്ങൾ വാങ്ങി, അതിന് ആരും കുറ്റം പറഞ്ഞുകൂടാ. വടക്കേക്കാൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിന് വേണ്ടി കുറച്ച് എക്യുപ്മെൻറ്റ്സ് വാങ്ങി, അത് സ്ഥാപിക്കാൻ കഴിയാത്തതിന് ആരും കുറ്റം പറഞ്ഞുകൂടാ. കാരണം കെട്ടിടം വേണ്ടേ? അങ്ങനെ അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിനെ രാഷ്ട്രീയമായി നോക്കാതെ തന്നെ എന്തിന് ഉപകരണങ്ങൾ വാങ്ങി, എന്തുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിഞ്ഞില്ല, അതിന് നെഗ്ലിജൻസ് എന്നാൽ മാത്രമേ നടപടിയുള്ളൂ. നേരെ മറിച്ചൊരു കെട്ടിടത്തിൻ്റെ ഉദ്ദേശ രീതിയിൽ കെട്ടിടം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, എക്യുപ്മെൻറ്റ്സ് വാങ്ങി എന്നാണെങ്കിൽ നമുക്ക് കുറ്റം പറയാൻ നിവൃത്തിയില്ല. പക്ഷെ അതേ സമയത്ത് ഒരു സൗകര്യവും നോക്കാതെ വെറും കയ്യടിക്ക് വേണ്ടി മാത്രം വാങ്ങിയാൽ അതിന് സമാധാനം പറയേണ്ടി വരും. കാരണം കാശ് ജനത്തിൻ്റെയാണ്, ജനത്തിൻ്റെ ടാക്സാണ് സർക്കാരിൻ്റെ വരുമാനം.
അപ്പോൾ അങ്ങനെ ചികിത്സ ആ രോഗിയുടെ അവകാശമാണെങ്കിൽ അതിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്തും ഉണ്ടായിക്കൂടാ, നാളെ എൻ്റെ ഭാഗത്തും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെയാണ് പുതിയ കെട്ടിടങ്ങളുടെ അപാകതകൾ മനസ്സിലാക്കി പരിഹാരം ഉണ്ടാകും. ഈ പറഞ്ഞാൽ ചോർച്ച, നല്ല കെട്ടിടം കിട്ടുന്നു, ഒരു കാരണവുമില്ല, അടുത്ത മഴയ്ക്ക് നല്ല ചോർച്ച, പിന്നെ കെട്ടിടത്തിൻ്റെ ആവശ്യം എന്താ? ചോരാമില്ല, ധാരാളത്താണ് വെള്ളം മുഴുവൻ തലയിൽ വീണാൽ എങ്ങനെ ആശുപത്രിയിലെ രോഗികളെ കിടത്താൻ കഴിയാം? അതുകൊണ്ടാണ് പറഞ്ഞത് കെട്ടിടങ്ങളുടെ സൗകര്യങ്ങൾ പരിശോധിക്കും. കെട്ടിടങ്ങൾ ഒരിക്കലും പൂട്ടിയിടില്ല. പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തും. ഇനി ഭാവിക്കായി ചില മുൻകരുതലുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. വരും തലമുറയ്ക്കായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജനറ്റിക് ആൻഡ് റിഹാബിലിറ്റേഷൻ, അതാണ് ഭാവിയിലെ ഉള്ള കരുതൽ. സീറ്റുകളൊന്നും ഒഴിച്ചിടില്ല. ഒഴിവുകൾ യഥാസമയം PSC അറിയിക്കും. മറ്റ് രീതിയൊന്നും വേണ്ട, ഡെയിലി വേജസ് ഒന്നും വേണ്ട, PSC വേണ്ട. കാരണം എത്രയോ പേര് PSCയുടെ റാങ്ക് ലിസ്റ്റ് കരയുന്ന കുട്ടികൾ. ഇവിടെ മുമ്പ് സെക്രട്ടറിയിൽ ശയന പരീക്ഷ നടത്തിയിട്ടുണ്ട്, റാങ്ക് ലിസ്റ്റ് ക്യാൻസലാകുന്നത്. എന്തിനാ കുട്ടികളെ ശാപം വാങ്ങുന്നത്? ഉറക്കൊഴിച്ച് പഠിച്ച് ടെസ്റ്റ് എഴുതി പാസ്സായി ഇൻ്റർവ്യൂവും കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിൽ ഇങ്ങനെ എൻ്റെ നാളെ ക്യാൻസൽ ചെയ്യും, അതിൻ്റെയും ടെൻഷൻ വേറെ. പഠിക്കുന്ന ടെൻഷനൊന്നും, ടെസ്റ്റ് പാസ്സാവുന്ന ടെൻഷനൊന്നും, ഇൻ്റർവ്യൂവിന് മുമ്പുള്ള ടെൻഷൻ വേറെ, ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇത് ക്യാൻസൽ ആവുന്ന ടെൻഷൻ വേറെ. അതുകൊണ്ട് എല്ലാ ഒഴിവുകളും PSC മുഖേന തന്നെ ഫില്ലപ്പ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അല്ലാതെ മറ്റൊന്നും വേണ്ട. പിന്നെ നേരത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞ പോലെ എയിംസിനായിട്ട് ഏതാണ്ട് 10ഓളം സ്ഥലങ്ങൾ കണ്ടുവച്ചിട്ട്, പക്ഷേ അത് കേന്ദ്രമന്ത്രിക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ സർവേ നമ്പർ ഉൾപ്പെടെ വേണം കൊടുക്കാൻ. അല്ലാതെ അവിടെ 100 ഏക്കറുണ്ട് ഇവിടെ 200 ഏക്കറുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മിനിമം 100 ഏക്കറെങ്കിലുമുള്ള വികസിപ്പിക്കാൻ സാധ്യതയുള്ള ഭൂമി ആണ് ഈ 10 എണ്ണത്തിൽ ഏതൊക്കെ കഴിയും. നമ്മളിങ്ങനെ വെറുതെ ഒരു ലാവിഷായിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കിണാലൂരിൽ ഭൂമി അക്യൂർ ചെയ്തു, അതിപ്പോഴും ഉണ്ട്. പക്ഷേ അന്ന് വന്ന വിദഗ്ധ സംഘം എന്തോ എതിർപ്പ് പറഞ്ഞു, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഞങ്ങൾ അതും കൊടുത്തു, അതും കൺസിഡറേഷനിൽ വേണം. അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മുടെ ലക്ഷ്യം എന്താ? എയിംസ് വേണം. അതിലൊരിക്കലും പ്രാദേശികമായിട്ടുള്ള ഒരു തർക്കത്തിൽ അത് ഇല്ലാതാവരുത്. പലപ്പോഴും എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യം അതാണ്. ഓരോ ജനപ്രതിനിധികളും കഴിഞ്ഞ തവണ ഓരോ MP മാരും ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വേണം. ഞാൻ പറഞ്ഞു എയിംസ് വേണം. ഞാൻ അന്ന് എസ്റ്റിമേറ്റ് കമ്മിറ്റി അംഗമായിരുന്നു കഴിഞ്ഞ പാർലമെൻറ്റിൽ, ലോക്സഭയിൽ. ആ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ളവരെ അന്ന് കേരളത്തിൽ കൊണ്ടുവന്ന് കുമരകത്ത് എയിംസിനെ കുറിച്ച് ഡിസ്കഷൻ നടത്തിയെന്ന്. പക്ഷെ അന്ന് പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ ഒരു ഭൂമി ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, മറ്റ് സ്ഥലങ്ങൾ പിന്നീട് പരിശോധിക്കണം എന്ന് പറഞ്ഞു. അന്ന് ചീഫ് സെക്രട്ടറി ആണെന്ന യോഗത്തിൽ പങ്കെടുത്ത് എയിംസിന് റെക്കമെൻഡ് ചെയ്തു എസ്റ്റിമേറ്റ് കമ്മിറ്റി. അവസാനം ആരോഗ്യ വകുപ്പിന് ധനകാര്യ വകുപ്പിന് റിപ്പോർട്ട് ചെയ്തെങ്കിലും പിന്നീട് അത് എവിടെ എത്തിയില്ല. അതുകൊണ്ടാണ് ഇത്തവണ 1-ൽ കൂടുതൽ സ്ഥലങ്ങൾ, ഈ 10 സ്ഥലങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടെങ്കിലും അതിലേതൊക്കെ എന്ന് കണ്ടുപിടിക്കാൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള അവരെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. എത്ര ഏക്കറുണ്ട്, അതിൻ്റെ സർവേ നമ്പർ, വേറെ 100 ഏക്കർ 200 ഏക്കർ എന്നാലും കാര്യമില്ല, അതിൻ്റെ സർവേ നമ്പർ. നമ്മൾ തിരുവനന്തപുരത്ത് തുറന്ന ജയിലിൻ്റെ അവിടെ നോക്കുമ്പോൾ കുറേ ഭൂമിയുണ്ട്. പക്ഷേ ഇപ്പോഴാണ് അറിയുന്നത് സുപ്രീം കോടതിയുടെ ഒരു ഡയറക്ഷൻ്റെ ബ്രഹ്മോസിന് വേണ്ടി ആ സ്ഥലം കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം അവിടെ കിട്ടില്ല. എന്നാൽ മറ്റ് സ്ഥലങ്ങളും പരിശോധനയിലുണ്ട്. കാട്ടാക്കടയും ഉണ്ടെന്ന് പറഞ്ഞ് അതും കൂടെ ഒന്ന് പരിശോധിക്കണം. അതുപോലെ പാലക്കാട് കോച്ച് ഫാക്ടറിക്കുള്ള സ്ഥലം അത് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അല്ലേ, നമ്മളത് ഹാൻഡ് ഓവർ ചെയ്തു കേന്ദ്ര സർക്കാരിന്. അപ്പോൾ അവർക്ക് കോച്ച് ഫാക്ടറിയിൽ താല്പര്യമില്ലെങ്കിൽ അവർ എയിംസ് അവിടെ സ്ഥാപിച്ചോട്ടെ, നമുക്ക് അതിൽ വിരോധമില്ല. അതിനെ പ്രത്യേകിച്ച് കേന്ദ്രത്തിനോട് പറയേണ്ട ആവശ്യമില്ല. അവിടെ MP എന്നോട് പറഞ്ഞു, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അദ്ദേഹം കാസർഗോഡ് പുതുമയിൽ അദ്ദേഹം പറയുന്നത് ഏതാണ്ട് 700 ഏക്കറോളം സ്ഥലം സർക്കാരിൻ്റെ ഉണ്ടെന്ന് പറയുന്നു. അതാണെങ്കിൽ അത് നമുക്ക് പരിശോധിക്കാം. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ
ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്ഥലങ്ങളിൽ നാളെ കേന്ദ്ര സംഘം വന്നാൽ അത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കണം. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇപ്പം ഈ 10 സ്ഥലങ്ങളിൽ ഡൽഹിയിലേക്ക് കൊടുക്കുമ്പോൾ എല്ലാ ഘടകങ്ങളും വേണം എന്നുള്ളതുകൊണ്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് അക്കാര്യം ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതനുസരിച്ച് നമുക്ക് ഇത്തവണ എയിംസ് കിട്ടുന്നത് തന്നെയാണ് നമ്മുടെ ധാരണ. അതുപോലെ നമുക്ക് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ്. ഞാനൊരു കാര്യം അത്ഭുതപ്പെട്ടു പോയി. അവിടെ ഞാൻ രാഷ്ട്രീയം പറയല്ല. 100 സീറ്റും എല്ലാ മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരം കിട്ടിയ ഈ മെഡിക്കൽ കോളേജ് പൂട്ടിയിട്ടിട്ട് മാനന്തവാടിയിൽ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ കോളേജാക്കി. പ്രിൻസിപ്പൽ സെക്രട്ടറിയും DHSും DME ഒക്കെ ഞങ്ങളവിടെ പോയി നോക്കിയതാണ്. ഇനി ഒരു സ്ഥലവും അങ്ങോട്ട് വികസിക്കാനില്ല. അപ്പോഴാണ് ഒരു പത്രത്തിൽ എഴുതി, രാഷ്ട്രീയമായിട്ട് എഴുതിയതാണ്, ഇത് ഫോറസ്റ്റ് ആണെന്ന് ആരാ മന്ത്രിയോട് പറഞ്ഞത്. ഫോറസ്റ്റ് ആണ് അവർ പറയുന്നു, എനിക്ക് ഇതിനെ വല്ലതും പറയാൻ പറ്റും. അവർ പറയുന്നു ഇത് സെൻട്രൽ റിസർവ് ഫോറസ്റ്റ് ആണ്, ഇവിടെ ഞങ്ങൾ സ്ഥലം തരില്ല, ഞങ്ങൾ ചെടി മുറിക്കാൻ പോലും സമ്മതിക്കില്ല. DMEക്ക് അറിയാലോ, അധികം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും DME ആയിരുന്നാണ്, ഇനി ഞാൻ വന്നിട്ട് മാറ്റിയതല്ല. അദ്ദേഹം തന്നെയാണ് സൈറ്റ് പോയിട്ട് പരിശോധിച്ച കത്തുകളും അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നു, കേന്ദ്രത്തിൽ നിന്ന് വന്ന കത്ത്. അപ്പോൾ എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റും. അപ്പോൾ ആ മെഡിക്കൽ, പക്ഷേ നമ്മൾ തീരുമാനിച്ചാൽ എന്താ അറിയോ, അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ അതിൻ്റെ അടുത്ത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കുറേ ലാൻഡ് ഉണ്ട്, 22 ഏക്കർ. ഞാൻ മിനിഞ്ഞാന്ന് ഇലക്ട്രിസിറ്റി മന്ത്രി സംസാരിച്ച് അത് സ്ഥലം വിട്ടുതരാം, ഇനി അതിൻ്റെ പേരിൽ മെഡിക്കൽ കോളേജ് മാറ്റം ഉണ്ടാകുന്നു. അതേസമയത്ത് അവിടെ വീരേന്ദ്രകുമാർ അദ്ദേഹം വിട്ടു തന്ന സ്ഥലമുണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ 50 ഏക്കർ മടക്കിമലയിൽ കൽപ്പറ്റയിൽ അതുണ്ട്, അത് വിട്ടു തന്നിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ മെഡിക്കൽ കോളേജ് അങ്ങോട്ട് മാറ്റിയാൽ പിന്നെ അവിടെ അതിൻ്റെ പേരിൽ തർക്കവും. അതുകൊണ്ട് തൽക്കാലം മാനന്തവാടിയിൽ ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയൊക്കെ സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് പിന്നെ 2-3 ഹോസ്റ്റലും അവിടെ മുനിസിപ്പാലിറ്റി വന്നിട്ട് പറഞ്ഞു ഹോസ്റ്റലിനുള്ള സൗകര്യം ഞങ്ങൾ തരാം. അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ അറിയുക, 40 കുട്ടികൾക്ക് 3 ടോയ്ലറ്റ് ഇപ്പോഴത്തെ സ്ഥിതി. അതുകൊണ്ട് കൂടുതൽ ഇനിയിപ്പോൾ ഈ വർഷം നീറ്റ് പാസ്സായിട്ട് വരുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കണ്ടേ, അപ്പം അതിനു വേണ്ടിയിട്ട് സംവിധാനം തൽക്കാലം ഉണ്ടാക്കി അവിടെ പോയിട്ട്. അങ്ങനെയാണെങ്കിൽ വീരേന്ദ്രകുമാറിൻ്റെ കുടുംബം വിട്ടു തന്ന സ്ഥലത്ത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തുടങ്ങാനാണ് സർക്കാർ തീരുമാനിച്ചത്. വയനാടിന് വേണ്ടി ഒരു സ്പെഷ്യൽ പാക്കേജ് ഉണ്ടാക്കിയിട്ട്. കാരണം ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആദിവാസികളുള്ള ജില്ലയാണ് വയനാട് ജില്ല. അവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കേണ്ടത് സർക്കാരിൻ്റെ ചുമതലയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അതെല്ലാവരും എന്നോടൊന്ന് സഹകരിക്കണം. ഇടുക്കിയിലും വയനാട്ടിലും കാസർഗോഡേക്കൊക്കെ ട്രാൻസ്ഫർ വരുമ്പോൾ അതിനൊരു പണിഷ്മെൻ്റായിട്ട് ദയവായിട്ട് കണക്കാക്കരുത്. കാരണം അവിടെ പോകാൻ ആർക്കും താല്പര്യമില്ല. ഞാൻ ഇന്നലെ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു, എനിക്കൊരു ട്രാൻസ്ഫർ വേണം. ഞാൻ പറഞ്ഞു ട്രാൻസ്ഫർ ആണെങ്കിൽ തരാൻ നിവർത്തിയില്ല, അല്ല എനിക്ക് ഇടുക്കിയിലേക്ക് വേഗം സന്തോഷത്തോടെ വാങ്ങി, ഞാൻ ഉറപ്പായിട്ട് അത്. കാരണം ആരും ഇടുക്കിയിലേക്ക് പോകാൻ താല്പര്യമില്ല. അപ്പോൾ ഒരു ഡോക്ടർ വന്നിട്ട് പറയുകയാണ് അവരുടെ കുടുംബം ഇടുക്കിയിലാണ് ഭാഗ്യത്തിന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രാദേശികമായിട്ടുള്ള ഡോക്ടർമാരെ അതാത് ജില്ലകൾ നിയോഗിച്ചാൽ, തിരുവനന്തപുരത്തല്ല കേട്ടോ, തിരുവനന്തപുരത്ത് എല്ലാവർക്കും വേണം തിരുവനന്തപുരത്ത്. ഞാൻ പറഞ്ഞത് ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ അതാത് പ്രദേശത്തുള്ള ഡോക്ടർമാർക്ക് ഒരു പ്രയോറിറ്റി കൊടുത്താൽ അവർ പിന്നെ പോവില്ല. ഇത് വയനാട്ടിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല കേട്ടോ. ഞാൻ MP ആയിരുന്ന കാലത്ത് അവിടെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം MP-യുടെ ഫണ്ട് ഉപയോഗിച്ച് ഞാനത് നിർമ്മിച്ചു. ഡോക്ടർമാരെ കിട്ടാനില്ല, ഉദ്ഘാടനം 2-3 മാസം നീണ്ടുപോയി. ഞാൻ എങ്ങനെയോ കൂടി കുറേ 2 ഡോക്ടറെ കണ്ടുപിടിച്ച് അവിടെ കൊണ്ടുപോയി. ഉദ്ഘാടനം കഴിഞ്ഞു. ഉദ്ഘാടനം കഴിഞ്ഞാൽ ചുരം ഇറങ്ങുമ്പോൾ ഡോക്ടർമാർ എൻ്റെ കൂടെ തന്നെ ചുരം. ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഏതൊരു ഏരിയ, ഇപ്പം എന്തിനാണ് സർക്കാർ മെഡിക്കൽ കോളേജ് എല്ലാ ജില്ലകളിലൊക്കെ തുടങ്ങിയിട്ടുള്ളത്? എന്തിനാണ്? കേരളത്തിൽ പഠിക്കാൻ അവസരം ഉണ്ടാവണം കുട്ടികൾക്ക്. അല്ലാതെ കർണാടകത്തിൽ ലക്ഷങ്ങൾ ഡൊണേഷൻ കൊടുത്ത് പഠിച്ചു വരുന്നൊരു കുട്ടിയോട് വയനാട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ കേൾക്കില്ല, നമുക്കവരോട് പറയാനും അർഹതയില്ല. പക്ഷെ ഇന്നങ്ങനെയല്ല. ജില്ലകളിൽ തന്നെ സ്ഥാപിതമായിട്ടുള്ള മെഡിക്കൽ കോളേജുകളിൽ എത്രയോ കുട്ടികൾക്ക് പഠിക്കാൻ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുന്നു, അല്ലാതെ മാനേജ്മെൻറ്റ് കോട്ടയല്ല, മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുന്നു. ആ സൗകര്യങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തണ്ടേ? അപ്പം ചികിത്സാ രംഗത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ. അതുപോലെ തന്നെയാണ് ഞങ്ങൾ കൊല്ലം മെഡിക്കൽ കോളേജ് പാരിപ്പള്ളി, അവിടെ ചെല്ലുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും പുതിയതായി തുടങ്ങിയ മെഡിക്കൽ കോളേജുകളിൽ ഏറ്റവും നല്ല കെട്ടിടം നോക്കുമ്പോൾ പാരിപ്പള്ളിയിൽ. അത് ESIക്കാരാണ് ഇത് ഗവൺമെൻറ് കൈമാറിയത്. അവർ സെൻട്രലൈസ്ഡ് AC ആണ് ആ ബിൽഡിങ്. ഇപ്പോൾ
സെൻട്രലൈസ്ഡ് AC എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ യോഗം കൂടിയപ്പോൾ DME ഉണ്ട്, ഞങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങളെല്ലാം വേർത്തൊലിക്കുക. സെൻട്രലൈസ്ഡ് AC ഒക്കെ പോയി. ഇനി പുതിയ AC വെക്കണം. എത്രയാ ചിലവ്? 10 കോടി. ഈ കാശില്ലാത്ത കാലത്ത് 10 കോടി എവിടെ നിന്നുണ്ടാക്കും? അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, വരുന്ന ഒരു മാസ്റ്റർ പ്ലാൻ DMEനെ ചുമതലപ്പെടുത്തി ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുക. വിദഗ്ധരെയൊക്കെ ചേർത്തൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ഫണ്ട് കണ്ടെത്തുക, അല്ലാതെ മാർഗമില്ല. എനിക്കൊന്ന് ഈ പുതിയ മെഡിക്കൽ കോളേജിൽ ഇത്രയും ഞാൻ എൻ്റെ തലയ്ക്ക് തലേന്നാണ് മാനന്തവാടി മെഡിക്കൽ കോളേജ് കണ്ടത്. അത് കണ്ട് പാരിപ്പള്ളിയിലെ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ശരിക്കുമാണ് ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഗാംഭീര്യമൊക്കെ ഉണ്ട്, പക്ഷേ അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നില്ല. അത് നമുക്ക് നേരായ വഴിയിലൂടെ കൊണ്ടുവരണം. പിന്നെ മറ്റൊരു കാര്യം കൂടെ തവണ ചെയ്യുന്നുണ്ട്. ഉപദേശ സമിതികളുണ്ട് ആശുപത്രികളുടെ. ആ ഉപദേശ HDS, HMC തുടങ്ങിയ കമ്മിറ്റികളിൽ നിലവിലുള്ള അംഗങ്ങൾക്ക് പുറമെ അതിനുണ്ടല്ലോ MLA-യുടെ പ്രതിനിധി, മന്ത്രിയുടെ പ്രതിനിധി, നിയമസഭയിൽ അംഗത്വമുള്ള എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികൾ, ഇതിനെല്ലാം പുറമെ SC വിഭാഗത്തിൽപ്പെട്ട ഒരംഗത്തിനെയും വനിതാ വിഭാഗത്തിൽപ്പെട്ട ഒരംഗത്തിനെയും അഡീഷണലായി നോമിനേറ്റ് ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം സ്ത്രീകളുടെ വിഷയങ്ങൾ പറയാൻ അധികം ഞാൻ നോക്കിയപ്പോൾ ഈ ഉപദേശ സമിതിയിലൊക്കെ അധികവും പുരുഷന്മാരാണ് കൂടുതൽ വരുന്നത്. സ്ത്രീകൾക്ക് അവിടെ വേണ്ടത്ര പ്രാധാന്യം കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സ്ത്രീകളുടെയും അതുപോലെ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരുടെയും ഓരോ പ്രതിനിധികളെ കൂടെ വയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും ചെയ്യാനുണ്ട്. ചെയ്ത കാര്യങ്ങളിൽ നിങ്ങൾക്കറിയാം, നിപേനെ ഒറ്റ രോഗിയിൽ നമുക്ക് അത് പടരാതെ നമുക്ക് ശ്രദ്ധിച്ചു. എന്നാൽ അതേ സമയത്ത് ഡെങ്കിയുടെ കാര്യത്തിലൊക്കെ ഈ ശുചിത്വം ഒരു പ്രധാന ഘടകമാണ്. അതിന് മറ്റു വകുപ്പുകളുടെ സഹായം വേണം. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ വേറെ വിളിക്കാറുണ്ട് പത്രം വായിച്ചിട്ട്. കാരണം ഇവിടെ മാലിന്യ നീക്കത്തിൽ ചില തടസ്സങ്ങളുണ്ടായി. ഇപ്പോൾ ഇന്ന് മേയർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്ന് കാലത്ത് പത്രത്തിൽ കണ്ടു, അവർ സെൻട്രലൈസ്ഡ് ആയിട്ട് നീക്കം ചെയ്യുന്ന പ്രോസസ്സ് ആരംഭിക്കുക. നടക്കട്ടെ അത്. അപ്പം അങ്ങനെ വരുമ്പോൾ തലസ്ഥാനത്ത് ഇപ്പോൾ ഡെങ്കി പനി കൂടും ഇനി മഴ പെയ്യുമ്പോൾ. ഇന്നലെ തൃശ്ശൂരൊക്കെ നല്ല മഴ. ഇപ്പോൾ തിരുവനന്തപുരത്ത് മഴയില്ലാന്ന് വെച്ചിട്ട് കേരളത്തിൽ കാലവർഷം ഇല്ലാതെ തെറ്റിദ്ധരിക്കരുത്. ഇന്നലെ ഞാൻ തൃശ്ശൂരൊക്കെ ഇല്ലായിരുന്നു, നല്ല മഴയാണ് ഇന്നലെ കാലത്തോട്ട് രാത്രി വരെ, ഞാൻ ട്രെയിനിൽ കയറുന്നവരെ. അപ്പോൾ ഇവിടെ മഴയില്ല ഭാഗ്യത്തിന് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചൂടുണ്ടാവും. ചൂടനുഭവിക്കേണ്ടി വരില്ലേ? ചൂട് വന്നു കഴിഞ്ഞാൽ സഹിക്കാൻ വയ്യ, മഴ പെയ്താൽ ഡെങ്കി വരും. അങ്ങനത്തെ ഒരു അവസ്ഥ മാറണ്ടേ? മഴ പെയ്താലും മഴ പെയ്യേണ്ട സമയത്ത് പെയ്യണം, മഴ പെയ്താലും ഡെങ്കി വരാതെ നോക്കണം, അതിന് കൊതുകുകളില്ലാതാവണം. അപ്പോൾ ഈ കൊതുവിൻ്റെ സംഗീതം അത്ര നല്ല സംഗീതമല്ല. നല്ല പിന്നണി ഗായകരുടെയൊക്കെ സംഗീതവും പാട്ടൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. അതേ സമയത്ത് കൊതുകിൻ്റെ സംഗീതം അത് മരണത്തിൻ്റെ സംഗീതം കൂടിയാണ്. അത് നമുക്ക് കേൾക്കാൻ പറ്റിയ ഏർപ്പാടല്ല. അതുകൊണ്ട് ആ കാര്യത്തിലും നല്ല ശ്രദ്ധയുണ്ട്. വെള്ളം, ജലവിഭവ വകുപ്പ്, ഞാൻ മന്ത്രിയോട് സംസാരിച്ചിരുന്നു. ഈ ജലത്തിലൊക്കെ മാലിന്യം കളയുന്നുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ പലയിടത്തും ഡ്രെയിനേജും ശുദ്ധജലവും കൂടെ ഒരേ പോക്കാൻ പോകുന്നത്, രണ്ട് എന്നാൽ ചില സ്ഥലത്ത് സന്ധിക്കുന്നുണ്ട്. അത് ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ചില സംഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെ സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ആക്ഷൻ എടുക്കും. ഇപ്പോൾ മിനിഞ്ഞാന്നൊരു സംഭവം നെയ്യാറ്റിൻകര ആശുപത്രിയിൽ ഉണ്ടായി. നെയ്യാറ്റിൻകര ആശുപത്രിയിലെ രോഗിയെ അവിടുത്തെ അറ്റൻഡർ വാച്ച്മാൻ കടത്തി വിട്ടില്ല എന്നുള്ള ഒരു പരാതി വന്നു. പക്ഷേ 6:55 രോഗി ഡോക്ടറെ കണ്ടു. 7:00 എല്ലാ പരിശോധനയും നടത്തി. പക്ഷേ ആ രോഗി മരണപ്പെട്ടു. ബന്ധുക്കൾ എന്നെ തന്നെ വിളിച്ചു, വേറെ ആരെയല്ല, എന്നെ തന്നെ നേരിട്ട് വിളിച്ചു. അങ്ങനെയാണ്, എവിടെയെങ്കിലും കട്ടിലില്ലെങ്കിലും നേരിട്ട് മന്ത്രിയെ വിളിക്കും. മറ്റേ കിടക്കേക്ക് വിരിയില്ലെങ്കിലും മന്ത്രിനെ വിളിക്കും. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഫോൺ അറ്റൻഡ് ചെയ്യാനൊക്കെയുള്ള സംവിധാനം ഓഫീസിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു, വാച്ച്മാൻ തടഞ്ഞു വെച്ചില്ലായിരുന്നെങ്കിൽ ആ രോഗി രക്ഷപ്പെടുമായിരുന്നു. ഞങ്ങളതിനെ സീരിയസ് ആയിട്ട് കണ്ടു. സീരിയസ് ആയിട്ട് കാണുക മാത്രമല്ല, ഒരു 4 അംഗ കമ്മിറ്റിയെ ഞങ്ങൾ വെച്ചു. DHS, അഡീഷണൽ DHS, വിജിലൻസിൻ്റെ അല്ലേ, അഡീഷണൽ പിന്നെ DMO, വകുപ്പ് മേധാവി, അതിൻ്റെ HOD, അവിടുത്തെ സൂപ്രണ്ട്, 4 പേരെ വെച്ച് ഒരാഴ്ച കൊണ്ടാണ് റിസൾട്ട് കഴിച്ചു. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഇന്നലെ DMOനെ ചുമതലപ്പെടുത്തിയിട്ട് ഒരു മാസത്തിനകം റിസൾട്ട് നൽകണമെന്നാണ്
മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു. പക്ഷെ അതിൻ്റെ തലേന്ന് തന്നെ ഞങ്ങൾ ഈ 4 പേരെ ചുമതലപ്പെടുത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് നൽകണം എന്ന് സൂചിപ്പിച്ചു. അപ്പം അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിക്കോട്ടെ. അതുകൊണ്ട് ഒരു കാര്യം തീരുമാനിച്ചു, ഇനി ഈ അറ്റൻഡറെ വെച്ചത് കഴിഞ്ഞ ഉപദേശ സമിതിയാണ്, അതിൽ ആര് വെച്ചു എന്ന് കുറിച്ച് പറഞ്ഞു. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നെഗ്ലിജൻസ് ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ പിരിച്ചു വിട്ടു. പക്ഷെ അതുകൊണ്ടായില്ല. ഇത് അന്വേഷിച്ച മറ്റേ രീതിയിൽ ഇപ്പോൾ പറഞ്ഞ കാര്യം ശരിയാണെങ്കിൽ ഒരു രോഗിയുടെ ജീവൻ നഷ്ടപ്പെടുത്തിയതിനാണ് സമാനം പറയേണ്ടി വരും. അക്കാര്യത്തിൽ ഒന്ന് രാഷ്ട്രീയ ഇന്നിപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിലുണ്ടായി, ബേബി മെമ്മോറിയൽ പറയുമ്പോൾ കേരളത്തിലെ മികച്ച ആശുപത്രികളൊന്നാണ്. പക്ഷെ ഇപ്പോൾ അത് അമേരിക്കക്കാരൻ കൊണ്ടുപോയി കേട്ടോ ആശുപത്രി. ഇപ്പോൾ അതിൻ്റെ മാനേജ്മെൻ്റൊക്കെ മാറി, ഒക്കെ അമേരിക്കൻ കമ്പനിക്കാർ വന്നിട്ട് അത് വാങ്ങി ആ ആശുപത്രി. അവിടെയാണ് ഒരു കുട്ടി, ചെറിയ കുഞ്ഞ, ചുണ്ട് മുറിഞ്ഞു, സർജറി നടത്തണമെന്ന് പറഞ്ഞു, അനസ്തീഷ്യ കൊടുത്തു, ആ കുട്ടി മരണപ്പെട്ടു. അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിക്കുക മാത്രമല്ല, DMOനോട് പോലീസിനും കംപ്ലൈൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആക്ഷനുണ്ടാവും, ഒക്കെ യാതൊരു സംശയവും കാര്യത്തിൽ വേണ്ട. പിന്നെ ഇത്രയെ കോടിക്കണക്കിന് രൂപ കടമായിട്ട് പോലും മരുന്നുകൾ എത്തിക്കുന്ന കാര്യത്തിൽ ഒരു വീഴ്ചയും ഡിപ്പാർട്ട്മെൻറ്റ് വരുത്തിയില്ല. ഏതാണ്ട് 2500 കോടിയുണ്ട് മരുന്ന് കമ്പനിക്കാർക്ക് കൊടുക്കാൻ. മരുന്ന് കമ്പനി മറ്റ് മെഡിക്കൽ കോളേജിലെ എക്യുപ്മെൻറ്റ്സ് വാങ്ങി അതിൻ്റെ കണക്ക് പിന്നെ പറയാതിരിക്കുക എന്നല്ല, അതൊക്കെ കേട്ടാൽ ബോധം കിടും. എങ്കിലും അതുകൊണ്ടൊന്നും രോഗികൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവരുത് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പിന്നെ ഒരു കാര്യം ഇപ്പോൾ തീരുമാനിച്ചു, ഈ അറ്റൻഡറും വാച്ച്മാനൊക്കെ ആയിട്ട് വെക്കുന്നവരെ ഒരു കൗൺസിലിങ്ങിനിടയ്ക്ക് ഒന്ന് വിധേയമാക്കാൻ തീരുമാനിച്ചു. പിന്നെ ഡോക്ടർമാരോട് IMAക്കാരുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ പറയുകയാണ്, അവർക്കും ചില ഉപദേശങ്ങളൊക്കെ ഇടയ്ക്ക് ഒന്ന് കൊടുക്കും. മറ്റൊന്നുമല്ല, ഇങ്ങനെ രോഗികളൊക്കെ ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല. ഒരു ഡോക്ടർക്ക് ഞങ്ങൾക്ക് തന്നെ ശുപാർശകളുടെ എണ്ണം കൂടുമ്പോൾ ചിലപ്പോൾ സമ്മതമല്ല, ഞങ്ങൾക്കും തെറ്റാണ്. അതുകൊണ്ടാണ് ഡോക്ടർമാരോടും രോഗികളോട് സൗഹൃദത്തിൽ പെരുമാറുക. ഇനി ചിലപ്പോൾ രോഗിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒരു വാക്കുകൊണ്ട് ചിലപ്പോൾ ആ രോഗിയെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. ഞാൻ എൻ്റെ അറിവിൽ, എൻ്റെ ഒരു കുടുംബ ഡോക്ടറുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ത് രോഗം ചെന്നാലും സാരില്ല എന്ന് പറയും. അവസാനം ഞങ്ങളുടെ ഒരു ബന്ധുവിനെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അദ്ദേഹം എനിക്ക് അറിയുന്നത് കൊണ്ടുപോകുമ്പോൾ സീരിയസ് ആണ്, രക്ഷപ്പെടാൻ സാധ്യതയില്ല. കൊണ്ട് കാണിച്ചു, ഡോക്ടറിന് സാരില്ല. അപ്പം ഞാൻ അല്ല ഡോക്ടറെ, ഇത് കേസ് മോശമാണ്. അതെ, മോശമാണ്, ഞാൻ ഈ കേസ് മോശമാണെന്ന് അയാളിപ്പം ഇരിക്കും. അപ്പം അതുകൊണ്ട് സാരില്ല എന്ന് പറഞ്ഞപ്പോൾ ആ രോഗിക്കൊരു സന്തോഷമായി. കുറേ കാലം എത്ര ജീവിക്കുന്ന സന്തോഷമല്ലേ, അതാണ് ഞാൻ പറയുന്നത്. കുറച്ചൊക്കെ നന്നായിട്ട് പെരുമാറുക. പിന്നെ പണ്ടൊരു ആയുർവേദ വൈദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത്, അദ്ദേഹത്തിന് ഏതാണ്ട് മുൻശുദ്ധിക്കാരനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ പരമ്പരക്കാരുള്ളതുകൊണ്ടാണ് ഞാൻ പേര് പറയാതെ. അദ്ദേഹത്തിൻ്റെ ഇരട്ടപ്പേരും കൊടുത്തിരുന്നു പണ്ട് കാലത്ത്. അത് പേര് പറഞ്ഞാൽ തൃശ്ശൂരുകാർക്ക് അറിയാം, അതുകൊണ്ടാണ് ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിനെ കാണിക്കും. അപ്പോൾ പറഞ്ഞിങ്ങനെ സുഖമില്ല. എന്താ അസുഖം? അത് എനിക്ക് തോന്നുന്നത് ഒരു ഇന്നലെ എന്തോ ഒരു ഭക്ഷണം പറ്റിയില്ലാണ്ട് കഴിച്ചു, അതിൻ്റെ കുഴപ്പമാണോ സംശയം. ശരി, അങ്ങനെയാണ്. എന്നാൽ പിന്നെ എന്തിനാണ് ഞാൻ ചികിത്സിക്കുന്നത്, താൻ തന്നെ ചികിത്സിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്ന ഇതുണ്ട്. ഇപ്പോൾ അമേരിക്കയിലൊക്കെ നിങ്ങൾ ഡോക്ടർമാർക്കാണ്, നിങ്ങൾ പല ട്രെയിനിങ്ങിനൊക്കെ പോയിട്ടില്ലേ, അവിടെ എല്ലാം പറഞ്ഞ ഒരു രോഗിയെ കൊണ്ട് ചെന്നാൽ എല്ലാ കാര്യങ്ങളും നമ്മളോട് വിശദീകരിച്ച് തരും ഡോക്ടർ. അത് കഴിഞ്ഞ് ചോദിക്കും എനി ഡൗട്ട് എന്ന് വെച്ചാൽ നമ്മൾ നോ സാറെന്ന് പറഞ്ഞാൽ ആ ഡോക്ടർ നമ്മളെ നോക്കും, ഇയാൾക്ക് വിവരമില്ല. ഇത്രയും ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന് ഒരു സംശയമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതൊക്കെ വിശ്വസിക്കുന്ന ഒരു മണ്ടനായിപ്പോയല്ലോ താൻ എന്നുള്ള മട്ടിലാണ് അവർ നമ്മളോട് സംസാരിക്കുക. അവർക്ക് ചോദ്യം ചോദിക്കണം. നമ്മൾ പണ്ട് പറയുമല്ലോ, ഒരു ചോദ്യം ചോദിച്ചാൽ ചോദ്യത്തിൽ വല്ല മിസ്റ്റേക്കും ഉണ്ടെങ്കിൽ അയാൾ 1 മണിക്കൂർ ഫുള്ളാവും ചിലപ്പോൾ. നേരെ ഒരു സംശയം ചോദിച്ചില്ലെങ്കിൽ എന്നും ഫുള്ളാവും. അതുപോലെ സംശയങ്ങളൊക്കെ രോഗികൾ ചോദിക്കുമ്പോൾ കാര്യമായിട്ടൊക്കെ ഒന്ന് പറയുക. പിന്നെ ചില ആൾക്കാർ അങ്ങനെയുണ്ട് കേട്ടോ, അത് രോഗികളുടെ ഒരു മനോനില നമുക്ക് കുറ്റം പറഞ്ഞുകൂടാ. ഞങ്ങളുടെ അടുത്ത് ശുപാർശയ്ക്ക് വരുന്നവർ തന്നെയുണ്ട്, ഇന്ന കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ അത് ബുദ്ധിമുട്ടാണെന്നറിയാം, അതുകൊണ്ടല്ലേ നിങ്ങളുടെ അടുത്ത് വന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഞങ്ങളോട് ചോദിക്കുമ്പോൾ അതേപോലത്തെ ചോദ്യം ഡോക്ടർമാരോടും ഉണ്ടാവും. പക്ഷെ എങ്കിലും ഒരു രോഗത്തിൻ്റെ അവസ്ഥയും ഒരു മാനസിക ഇതൊക്കെ മനസ്സിലാക്കി അവരോട് കുറച്ച് നല്ല രീതിയിൽ പെരുമാറുക. അതുകൊണ്ട്
ഈ കൗൺസിലിംഗ് എല്ലാവർക്കും ആവശ്യമാണ്. സ്റ്റാഫിന് പ്രത്യേകിച്ച് വാച്ച്മാൻ അങ്ങനെയുള്ള, കാരണം താഴെ അവരുടെ അടുത്താണല്ലോ ആദ്യം കാണുക. ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. കുറേ കാര്യങ്ങൾ ചെയ്തു, എന്നാൽ ഇതിൻ്റെ 10 ഇരട്ടി ചെയ്യാൻ ബാക്കിയുണ്ട്. 50 ദിവസത്തെ വിസ്മയം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ 10 ഇരട്ടിയോ അതിൻ്റെ ഇരട്ടിയോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇതേപോലെ പോയാൽ കുഴപ്പമില്ല. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ചെയ്യുന്നതിൽ ചിലപ്പോൾ അഭിനന്ദനം കിട്ടിയെന്ന് വരില്ല. നിങ്ങൾക്കും കിട്ടില്ല, എനിക്കും കിട്ടില്ല. അതിന് ആ കല്ലേറ് വരുമ്പോൾ യാതൊരു ദാക്ഷിണ്യമില്ലാതെ ഏറ് കിട്ടുകയും ചെയ്യും. അതിന് വേറെ ചില കളികളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ എല്ലാ മേഖലയ്ക്ക്, ആരോഗ്യ മേഖലയ്ക്ക് എല്ലാം വേണം, പ്രൈവറ്റും വേണം, പബ്ലിക്കും വേണം. പക്ഷേ ചില പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഈ സർക്കാർ ആശുപത്രികളെ മോശമാക്കാൻ ചില നടപടികളൊക്കെ സ്വീകരിക്കും. കാണേണ്ട പോലെ കാണും. നമുക്കാണെങ്കിൽ ഉള്ളതിന് തന്നെ പബ്ലിസിറ്റി കൊടുക്കാൻ കയ്യിൽ കാശില്ല. അപ്പോൾ ആരെയും ട്രീറ്റ് ചെയ്യാനും നമുക്ക് സമയം കിട്ടില്ല, അതിൻ്റെ കാശുമില്ല, നമുക്കൊട്ട് നേരവുമില്ല. എന്നാൽ എല്ലാവരും ഇല്ല കേട്ടോ, ചില സ്വകാര്യ ആശുപത്രികൾ അങ്ങനെയൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട്. സർക്കാർ എന്ത് വന്നാലും സിസ്റ്റം നേരെയാവില്ല. അതുകൊണ്ട് ഈ ഇടയ്ക്ക് അധികം പോണ്ട, മന്ത്രി കുറേ കഴിഞ്ഞാൽ ഇട്ടിട്ട് പോയിക്കോളും, അങ്ങനത്തെ ഒരു ധാരണയും വേണ്ട. അങ്ങനെ ഇട്ടിട്ട് പോകുന്ന ഒരാളൊന്നും അല്ല ഞാൻ. നല്ല കാര്യത്തിനൊക്കെ വാശി വേണം, ചീത്ത കാര്യത്തിന് വാശി പാടില്ല. അതായത് ഇത് വകുപ്പ് നേരെയാക്കുന്ന കാര്യത്തിൽ അല്പം വാശി എനിക്കുണ്ടെന്ന് കൂട്ടിക്കൊണ്ട്. പിന്നെ ദിവസേന കാലത്തേനെ ചാൻഡുകാർ വരും. പക്ഷെ അവർ ഒരു കാര്യം സമ്മതിക്കണം കേട്ടോ, ഞാൻ അറിയുന്നതിന് മുമ്പ് ഇവർ ആരാണ് കൃത്യമായിട്ട് വിളിച്ച് പറയുന്ന ചില കേന്ദ്രങ്ങൾ. പക്ഷെ ചിലത് വിശ്വസിക്കരുത്, ചിലത് ഫേക്ക് ന്യൂസ് ആയിരിക്കും. ഇതുപോലെ ഒരു ആശുപത്രി ഉദ്ഘാടനം കഴിഞ്ഞ് വന്നപ്പോൾ നാദാപുരത്ത് കട്ടിൽ മാറി അന്നേരം ഒരേ മരുന്ന് 2 എടുക്കും കൊടുത്തു, ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങനെയുള്ള ചില ഫേക്ക് ന്യൂസുകൾ വരും. സംശയങ്ങൾ എന്നോട് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. എനിക്ക് സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിലൊക്കെ സന്തോഷമേ ഉള്ളൂ. ഞാൻ മാധ്യമങ്ങളുടെ മേലെ ചാടിക്കയറാറില്ല, അങ്ങനത്തെ സ്വഭാവമില്ല. അത് എൻ്റെ അച്ഛൻ്റെ കാലം തൊട്ടുള്ള ശീലമാണ്. അദ്ദേഹം ആരോടും ചാടിക്കയറാറില്ല. അദ്ദേഹം പിന്നെ കണ്ണിറുക്കും, ഞാൻ കണ്ണിറുക്കാറില്ല, അത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. നമുക്കൊരു കുടുംബമായിട്ട് മുന്നോട്ട് പോകണം. നന്മകളെയും തിന്മകളെയും, ഇപ്പം നന്മകൾ മാത്രം ഉൾക്കൊള്ളാനില്ല, തിന്മകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ അത് നന്മകളാക്കി മാറ്റുന്ന കാര്യത്തിലും നമുക്കൊരു ടീമായി പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ 50 ദിവസത്തെ നമ്മൾ നേടിയ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഇനി ദിവസങ്ങൾ ഒരുപാടുണ്ട്. ആ ദിവസങ്ങളിലെല്ലാം നന്നായി ജോലിയെടുക്കാം. ഞാൻ സെക്രട്ടേറിയറ്റ് പോകുമ്പോൾ 12 മണിയാവും. ഇപ്പം എൻ്റെ 1-2 സ്റ്റാഫ് രാജിവെച്ച് പോയി. ഒറ്റൊന്നും കൊണ്ടല്ല, ഞങ്ങൾക്ക് വയ്യ ഈ പരിപാടി. സാറിന് ഭാര്യയും കുട്ടികളൊക്കെ, എൻ്റെ കുട്ടികളൊക്കെ നല്ല നിലയിലായി. പിന്നെ ഭാര്യ ഞാൻ എത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ല, പരാതിയില്ല. അപ്പോൾ അവർ ഞങ്ങളങ്ങനെയല്ല സ്ത്രീ, എന്നാൽ പിന്നെ നിങ്ങൾ വേഗം പോയിക്കോ, ഈ പണിക്ക് പറ്റില്ല. അങ്ങനെ 1-2 പേര് പോയി എന്നല്ലാതെ അതൊന്നും വേറെ രീതിയിൽ പോയതൊന്നുമല്ല, ആരെയും പിടിച്ച് പുറത്താക്കിയതൊന്നുമല്ല. അവർ സ്വയം, ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ജോലി എടുക്കുന്ന അത്രയും നിങ്ങൾ എടുത്തേ മതിയാവും. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പേഴ്സണൽ സ്റ്റാഫിലേക്കും കുറച്ചൊന്ന് കുറഞ്ഞു. കാരണം ഇവിടുത്തെ സ്ഥിതി ആൾക്കാർക്ക് മനസ്സിലായി. അതുകൊണ്ട് വരുന്നോന്ന് ചോദിച്ചാൽ പോലും ഇപ്പോൾ താങ്ക്സ് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് വന്നു. പക്ഷെ പണിയെടുക്കുന്നവർ പണിയെടുക്കുക, അങ്ങനെ അധ്വാനിച്ചാലേ ഇതൊക്കെ നേരെയാക്കാൻ കഴിയൂ. ഡോക്ടർമാരും നന്നായിട്ട് അധ്വാനിക്കണം, സ്റ്റാഫും നന്നായിട്ട് അധ്വാനിക്കണം, ഞാനും നന്നായിട്ട് അധ്വാനിക്കണം. അങ്ങനെ നമുക്ക് ഇനി വിസ്മയങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.